മാധ്യമങ്ങളിലെല്ലാം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയും ക്രൂഡ് ഓയിൽ വില $100 കുതിക്കുമെന്ന ആശങ്കയും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വൻ വാർത്ത പുറത്തുവരുന്നത്. GCC മേഖലയിലെ സൈലന്റ് ഹീറോ എന്നറിയപ്പെടുന്ന ഒമാൻ വമ്പൻ സമാധാന കരാറുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. ലോകത്തിന്റെ എണ്ണ ഞരമ്പ് എന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒമാനും ഇറാനും തമ്മിൽ പുതിയൊരു ഷിപ്പിംഗ് ഫ്രെയിം വർക്ക് എഗ്രിമെന്റ് ഒപ്പുവച്ചിരിക്കുകയാണ്. ഇത് പോരാത്തതിന് കാര്യങ്ങൾ വേഗത്തിൽ ഒരു ശുഭകരമായ പര്യവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് സാക്ഷാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ പരസ്യമായിട്ട് സമ്മതിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഏത് വൻ പ്രതിസന്ധി വന്നാലും അണിയറയിൽ ഒമാൻ എങ്ങനെയാണ് കാര്യങ്ങൾ തിരിച്ചുവിടുന്നത്? പുതിയ ഒമാൻ ഇറാൻ കരാറിലെ ഒളിഞ്ഞിരിക്കുന്ന വലിയ ചതിക്കുഴികൾ എന്തൊക്കെയാണ്? ഇതിലൂടെ ലോക എണ്ണ പ്രതിസന്ധി പൂർണ്ണമായിട്ട് അവസാനിക്കുമോ? പരിശോധിക്കാം. ആദ്യം തന്നെ ഈ പാതയുടെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കാം. ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5, അതായത് 20% കടന്നു പോകുന്നത് മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു ഇടുങ്ങിയ കടൽപാതയായ ഹോർമുസ് വഴിയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് മേഖലയിൽ പുകയുന്ന യുദ്ധവും നാവിക ഉപരോധവും കാരണം ഇവിടുത്തെ ഗതാഗതം നിലയ്ക്കുകയും ലോകം മുഴുവൻ ക്രൂഡ് ഓയിൽ പ്രതിസന്ധിയിലാവുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് ഇറാനും ഒമാനും തമ്മിൽ വളരെ രഹസ്യമായും പ്രൊഫഷണലായിട്ടും ചർച്ചകൾ നടത്തി വരികയായിരുന്നു. ഇതിന്റെ ഫലമായിട്ട് വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനായിട്ട് പുതിയൊരു ഷിപ്പിംഗ് ചാനലിന്റെ ജിയോഗ്രഫിക്കൽ കോർഡിനേറ്റ്സ്, അതായത് കൃത്യമായ മാപ്പും പാതയും ഒക്കെ ഇരു രാജ്യങ്ങളും നിർണ്ണയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ടെഹ്റാനും മസ്കറ്റും തമ്മിൽ ഈ പുതിയ ഷിപ്പിംഗ് പ്രോട്ടോകോളിൽ ധാരണയിലെത്തിയതോടെ ഇതിന്റെ ഒരു ഔദ്യോഗിക ജോയിന്റ് അനൗൺസ്മെന്റ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതിനോട് വാഷിംഗ്ടൺ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കാം. കാര്യങ്ങൾ ഏതാണ്ട് സമവായത്തിലേക്ക് എത്തുന്നുവെന്നും അടുത്ത 48 മണിക്കൂറിനകം ഒരു വലിയ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാമെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചത്. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങളും ഇറാനും തമ്മിൽ നയതന്ത്ര തലത്തിൽ വളരെ നല്ല ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കരാറിലേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു. കാര്യങ്ങൾ വളരെ അനുകൂലമാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ഈ ചർച്ചകളിൽ ഗണ്യമായ പുരോഗതിയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. വാഷിംഗ്ടണിന്റെ പ്രധാന ലക്ഷ്യം തടസ്സപ്പെട്ട് കിടക്കുന്ന അന്താരാഷ്ട്ര എണ്ണ കപ്പലുകളുടെ ഗതാഗതം എത്രയും വേഗം സാധാരണ നിലയിലാക്കുക എന്നതാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിടവും കരാറിലെ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളും നിലനിൽക്കുന്നത്. ഒമാനുമായിട്ട് കരാർ ആയതുകൊണ്ട് മാത്രം ഹോർമുസിൽ സുരക്ഷ ഉറപ്പിക്കില്ല എന്ന് ഇറാൻ വ്യക്തമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ കാസിം ഖരീബാബാദി വ്യക്തമാക്കിയ പ്രധാന കാര്യങ്ങൾ ഇനി പറയുന്നതാണ്: US നേവൽ ബ്ലോക്കേഡ് തിരിച്ചു വിളിക്കണം. ഇറാനിയൻ പോർട്ടുകൾക്ക് മേലുള്ള അമേരിക്കൻ നാവികസേനയുടെ ഉപരോധം, സാങ്ഷൻസും US ഇസ്രായേൽ സൈനിക നീക്കങ്ങളും പൂർണ്ണമായിട്ട് പിൻവലിച്ചാൽ മാത്രമേ ഈ റൂട്ട് പൂർണ്ണ തോതിൽ പ്രവർത്തിക്കൂ. ഇനി കടന്നു പോകുന്ന കപ്പലുകളിൽ നിയന്ത്രണവും പരിശോധനയും. പുതിയ ഷിപ്പിംഗ് റൂട്ട് പ്രധാനമായും ഇറാന്റെ പ്രാദേശിക സമുദ്ര അതിർത്തിക്കുള്ളിലൂടെ ആയിരിക്കും. അതുകൊണ്ട് ഈ കടന്നു പോകുന്ന കപ്പലുകളിൽ പരോക്ഷമായിട്ടുള്ള നിയന്ത്രണവും പരിശോധിക്കാനുള്ള അവകാശവും ഇറാന് ലഭിച്ചേക്കാം. അടുത്തത് താൽക്കാലിക പരീക്ഷണം മാത്രമാണ് ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഈ പുതിയ റൂട്ട് അടുത്ത 2 മുതൽ 4 മാസം വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമേ ഉപയോഗിക്കൂ. വിദേശ ശക്തികളുടെ ഇടപെടൽ ഇല്ലെങ്കിൽ മാത്രമായിരിക്കും ഇത് നീട്ടി നൽകുന്നത്. അതായത് ഒമാനുമായുള്ളത് ഒരു ടെക്നിക്കൽ ഫ്രെയിം വർക്ക് ആണെങ്കിലും അതിന്റെ അന്തിമ താക്കോൽ ഇപ്പോഴും വാഷിംഗ്ടണിന്റെയും ടെഹ്റാന്റെയും കൈകളിൽ തന്നെയാണ്. എന്നാൽ ഈ പോസിറ്റീവ് വാർത്ത പുറത്തു വന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ ഉടനടി ആശ്വാസ തരംഗം കണ്ടു തുടങ്ങി. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴേക്ക് പോയിരുന്നു. WTI ക്രൂഡ് വില $75 താണു. കഴിഞ്ഞ മാസങ്ങളിൽ യുദ്ധഭീതി മൂലം എണ്ണവില $100 കടന്ന് ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ ഒരു വലിയ ആശ്വാസം ഉണ്ടായത് എന്നതും ശ്രദ്ധിക്കണം. അതേസമയം അണിയറയിൽ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ മറ്റ് യുദ്ധവിരാമ ചർച്ചകളും സജീവമാണ്. എങ്കിലും മറ്റൊരു വശത്ത് ചെങ്കടലിലും ബാബൽ മന്ദബ് കടലിടുക്കിലും ഹൂതികളുടെ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നത് ഒരു കടുത്ത യാഥാർത്ഥ്യമായി ശേഷിക്കുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ യുദ്ധപ്പുകയിൽ സമാധാനത്തിന്റെ ഒരു വലിയ വെളിച്ചമാണ് ഒമാൻ നൽകിയിരിക്കുന്നത്. ഒമാന്റെ കൃത്യമായ ഡിപ്ലോമസി ലോകത്തെ ഒരു വമ്പൻ എണ്ണ പ്രതിസന്ധിയിൽ നിന്നും വിലക്കയറ്റത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്. എങ്കിലും അടുത്ത 48 മണിക്കൂറുകൾ ലോക സാമ്പത്തിക രംഗത്തിനും പശ്ചിമേഷ്യയ്ക്കും വളരെ നിർണായകമാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കരാർ പൂർണ്ണതയിൽ എത്തുമോ അതോ നിർണായകമായ ഏതെങ്കിലും വ്യവസ്ഥയിൽ വീണ്ടും ഉടക്കി നിൽക്കുമോ? കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.